ഇന്നൊരു ഫുഡ് ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ച് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നതാണ്. അത് പ്ലാൻ ചെയ്ത് വന്നതല്ല, ഇവിടെ എത്തിയപ്പോൾ ചെയ്യാമെന്ന് കരുതി. നമ്മുടെ അടുത്തുള്ളൊരു റെസ്റ്റോറൻ്റാണ് വൈൽഡ് കഫേ. ഇറ്റാലിയൻ ഫുഡ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം അത് നമുക്കൊന്ന് പരീക്ഷിക്കാം. ഇത് പണ്ടൊരു വീടായിരുന്നു കേട്ടോ. ഈ വീടിന് ഇങ്ങനെ ആക്കി മാറ്റുന്നുണ്ട്. ഈ വീട് ഉണ്ടായിരുന്ന സമയത്ത് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്കിളിൻ്റെ വീടാണ്, നമുക്കറിയുന്ന അങ്കിളിൻ്റെ വീടാണ്. അങ്കിളിനെ കാണാനുണ്ട്, അങ്കിളിൻ്റെ മാമിനെയും കാണാൻ വന്നിട്ടുണ്ട്. പിന്നെ ആ വീട് ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, പൊളിച്ചിട്ടൊന്നുമില്ല. ആ വീടിന് നല്ല ഇൻറ്റീരിയർ ചെയ്തെടുത്ത് നല്ലൊരു സൂപ്പർ സംഭവമാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പം നല്ല ആംബിയൻസാണ് ഇതിനകത്തിരിക്കാൻ, ഫുഡ് കഴിക്കാണ്. ഫുഡ് വന്നിട്ട് കാണിച്ചു. ഇവിടെ വൈൽഡ് കഫേയിൽ എത്തിയാൽ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടൈം പാസിന് ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് പോപ്കോൺ കൊണ്ടുവരും. നല്ല സ്പൈസി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോപ്കോൺ ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ സാധനം കാണിച്ചു തരാം. ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രത്യേകതയാണ്, ബോട്ടിലിൽ ഇതുപോലെ മിൻറ്റ് ലീഫ് ഇട്ട് വെച്ചിട്ട് നമുക്ക് കൊണ്ടുതരും. എല്ലാ ടേബിളിലും ഇങ്ങനെ മിൻറ്റ് ലീഫ് വെച്ചിട്ട് ഓരോ ബോട്ടിൽ കാണും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ വെള്ളമെടുത്ത് കൊടുക്കും. അതിന് പ്രത്യേക സുഖമാണ് കേട്ടോ. കാരണം ഇത് കാണാനും നല്ല രസമാണ്, കഴിക്കാനും രസം. അങ്ങനെ പോപ്കോൺ കാലിയായി വെള്ളവും കുടിച്ചിട്ട് ഇങ്ങനെ ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നൈറ്റാണ് ഇവിടെ വന്നത്, അതുകൊണ്ട് ഒരു ഡിം ലൈറ്റാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് എത്രത്തോളം ക്ലിയറായിട്ട് കിട്ടുന്നതായിട്ട് അറിയില്ല. ഒരു നല്ല ആംബിയൻസ് ആണ് ഇവിടെ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്, ഒരു 2-3 വീട് കഴിഞ്ഞാൽ വൈൽഡ് കഫേയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഫുഡ് ബ്ലോഗ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ബ്ലോഗ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വന്നതല്ല, വന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് ഫുഡ് കഴിക്കുന്നവർക്കും അത് എൻജോയ് ചെയ്യുന്നവർക്കും പറ്റിയ പണിയാണ് ഫുഡ് ബ്ലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കണ്ടപ്പോൾ നമ്മുടെ വീട്ടിൽ തൊട്ടടുത്തും കൂടി ആയതുകൊണ്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് ബ്ലോഗ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം വന്നു, ഒരു സൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ഇന്ത്യൻ ചിക്കൻ സൂപ്പ്. അതിൻ്റെ കൂടെ നല്ലൊരു ബ്രെഡും കൂടി ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡായിട്ട്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. ഇന്ത്യൻ ചിക്കൻ സൂപ്പ് നമ്മൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുവാണ്. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. നല്ല സ്പൈസിയാണ് കേട്ടോ, ഭയങ്കര അടിപൊളി എന്നല്ല ഞാൻ പറയാൻ, കൊള്ളാം. നല്ല ബാക്ക്ഗ്രൗണ്ട് സൈലന്റ് മ്യൂസിക്, അതിൻ്റെ കൂടെ നല്ല സൂപ്പൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്ക് അടുത്ത 3 ഡിഷസ് എത്തിയിട്ടുണ്ട്. ഇത് പെരി പെരി ചിക്കൻ ഫ്രൈസ് ആണിത്. എങ്ങനെയുണ്ടോ നോക്കാം. ഫ്രൈസും ചിക്കനും എല്ലാം കൂടി മിക്സ് ചെയ്ത സാധനം. ഞാനിത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുകയാണ്. നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ ഡിഷസ് ട്രൈ ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ സോസ് ഉണ്ട്. നമ്മുടെ ചിക്കനും കുറച്ച് വെജിറ്റബിൾസും പിന്നെ ഇതുപോലെ ഫ്രൈസ് എല്ലാം കൂടി മിക്സ് ചെയ്ത സാധനമാണ് പെരി പെരി ചിക്കൻ ഫ്രൈസ്. പെരി പെരി ചിക്കൻ ഷാഷ്ലിക്കാണിത്. വെജിറ്റബിൾസും ചിക്കനെല്ലാം കൂടി ഗ്രില്ല് ചെയ്തെടുത്തതാണ്. അതിൻ്റെ കൂടെ സോസ് ഉണ്ട്. ഇത് ഒരിക്കൽ ട്രൈ ചെയ്ത സംഭവമാണ്, നല്ല ടേസ്റ്റി ആയതുകൊണ്ടാണ് വീണ്ടും ട്രൈ ചെയ്തത്. ഇത് ലെമൺ ഹെർബ്സ് ചിക്കൻ സാലഡാണ്. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ് കേട്ടോ.
ലെമണിൻ്റെയും പിന്നെ വേറെ എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല, വേറെ എന്തിൻ്റെ ഒരു നല്ല ഫ്ലേവർ. അടിപൊളി. സൂപ്പർ സാറ്. ഇത് കഴിക്കട്ടെ. You melt the ice behind my stone cold eyes. I turn to ashes, but only just sometimes. Inhale your smoke, but you still act surprised. It's not my fault when we end up capsized. You call me crazy now, but you don't understand. I'm calling out to you. Can you hear a thing? 'Cause you lit the match that ignites the flame. I'm the TNT, but you're the spark to blame. And it's fire, burning holes inside my brain. Feel the fire, heat that melts us down again. Now it's pouring through my veins. ഇത് ഗ്രീൻ ആപ്പിൾ മൊജിറ്റോ. നല്ല ഗ്രീൻ ആപ്പിളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ജിഞ്ചർ ബ്ലാസ്റ്റ്. ഇത് ജിഞ്ചർ ബ്ലാസ്റ്റ്, ഇത് ഗ്രീൻ ആപ്പിൾ. എന്താ സുഖം. അത് പോയി. നമ്മൾ ജിഞ്ചർ ബ്ലാസ്റ്റ് മൊജിറ്റോ കഴിച്ച് നമ്മുടെ ഇന്നത്തെ ഫുഡ് റെഡി എല്ലാം കഴിഞ്ഞു. വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക. ഇവിടുന്ന് 2 മണി അങ്ങോട്ടേക്ക് വെച്ചാൽ വീടെത്തി പോയിട്ട് സുഖമായിട്ട് ഉറങ്ങുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ഹാപ്പി ന്യൂ ഇയർ.